പബ്ലിക് ഫിനാൻസിന്റെ വാച്ച്ഡോഗ് എന്നറിയപ്പെടുന്നത് ആരാണ്? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പബ്ലിക് ഫിനാൻസിന്റെ വാച്ച്ഡോഗ് എന്നറിയപ്പെടുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ബ്രഹ്മാനന്ദ ശിവയോഗി. IT നിയമം 2000 നിലവിൽ വന്നത് എന്ന്? ഒക്ടോബർ 17, 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വരുന്നത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റാണ് പട്ടം താണുപിള്ള. ഇന്ത്യയിലെ ആദ്യത്തെ CAG ആരായിരുന്നു? വി നരഹരി റാവു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ CAG ആണ് വി നരഹരി റാവു. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് 1892. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് 1892. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതിയാണ് 86-ാം ഭേദഗതി. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭേദഗതി 86-ാം ഭേദഗതി. ഭരണഘടനാ അസംബ്ലി ദേശീയ പതാക അംഗീകരിച്ചത് 1947 ജൂലൈ 22. ഭരണഘടനാ അസംബ്ലി ദേശീയ പതാകയെ അംഗീകരിച്ചത് 1947 ജൂലൈ 22. 1928 നെഹ്റു റിപ്പോർട്ടിനെതിരെ 14 പോയിന്റ് നിർദ്ദേശിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. 1928 നെഹ്റു റിപ്പോർട്ടിനെതിരെ 14 പോയിന്റ് നിർദ്ദേശിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. ദേശീയ വികസന കൗൺസിൽ അല്ലെങ്കിൽ NDC സ്ഥാപിതമായത് 1952 ഓഗസ്റ്റ് 6. 1952 ഓഗസ്റ്റ് 6 NDC അല്ലെങ്കിൽ ദേശീയ വികസന കൗൺസിൽ രൂപീകൃതമാകുന്നത്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതിയിൽ റിട്ട് പുറപ്പെടുവിക്കുന്നത്? ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പ്രകാരമാണ് ഹൈക്കോടതികൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയും ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയും റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു. 1857 കലാപകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭു. 1857 കലാപകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ് പ്രഭു ആയിരുന്നു. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ അളവെടുപ്പ് യൂണിറ്റ് വോൾട്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനം മെർമിക്കോളജി. ഉറുമ്പുകളെ കുറിച്ചുള്ള പഠനമാണ് മെർമിക്കോളജി. ഐ ഫോളോ ദ മഹാത്മാ എന്ന പുസ്തകം KM മുൻഷി എഴുതിയതാണ്. ഐ ഫോളോ ദ മഹാത്മാ എന്ന ബുക്ക് എഴുതിയത് KM മുൻഷിയാണ്. 3 തവണ INCയുടെ പ്രസിഡന്റായ ആദ്യ വ്യക്തി ദാദാബായ് നവറോജി. 3 തവണ INC പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ദാദാബായ് നവറോജി. സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത് അമൃതസർ. സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത് അമൃതസർ. ബ്ലൂ മൗണ്ടൈൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി. ബ്ലൂ മൗണ്ടൈൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി. ഹിൽക്യൂൻ എന്നറിയപ്പെടുന്നത് സിംലയാണ്. ഹിൽക്യൂൻ സിംല. 5 നദികളുടെ നാട് പഞ്ചാബ്. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. കിഴക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഗോവ. കിഴക്കിന്റെ മുത്ത് ഗോവ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് കേരളം. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം. കിഴക്കിന്റെ മുത്ത് എന്നറിയപ്പെടുന്നത് ഗോവ. 5 നദികളുടെ നാട് പഞ്ചാബ്. ഹിൽക്യൂൻ എന്നറിയപ്പെടുന്നത് സിംല. ബ്ലൂ മൗണ്ടൈൻസ് എന്നറിയപ്പെടുന്നത് നീലഗിരി. സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത് അമൃതസർ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ജയ്പൂർ. പിങ്ക് സിറ്റി ജയ്പൂർ. അറബിക്കടലിന്റെ റാണി കൊച്ചി. അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്നത് കാശ്മീരാണ്. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് കാശ്മീർ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ നദി. ബംഗാളിന്റെ ദുഃഖം ദാമോദർ നദി. ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹുവാങ്ഹി നദിയാണ്. മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് ഹുവാങ്ഹി നദിയാണ്. ചൈനയുടെ ദുഃഖം ഹുവാങ്ഹി. ലോകത്തിലെ പഞ്ചസാര പാത്രം എന്നറിയപ്പെടുന്നത് ക്യൂബ. ലോകത്തിലെ പഞ്ചസാര പാത്രം എന്നറിയപ്പെടുന്നത് ക്യൂബ. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ബൊളീവിയ. ലോകത്തിന്റെ മേൽക്കൂര ബൊളീവിയ. ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ എന്നറിയപ്പെടുന്നത് നോർവേ.
ഏറ്റവും വലിയ ഭൂഖണ്ഡമാണ് ഏഷ്യ. ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യ. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏറ്റവും വലിയ സമുദ്രം പസഫിക് സമുദ്രം. ഏറ്റവും വലിയ പെനിൻസുലയാണ് അറേബ്യ. ഏറ്റവും വലിയ പെനിൻസുല അറേബ്യ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം സുപ്പീരിയർ തടാകം. ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് സുപ്പീരിയർ തടാകം. ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഏതാണ്? ഇന്തോനേഷ്യ. ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഇന്തോനേഷ്യ. ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമാണ് കാസ്പിയൻ കടൽ. ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം കാസ്പിയൻ കടൽ. ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ മരുഭൂമി. ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകം കാസ്പിയൻ കടൽ. ഏറ്റവും വലിയ മരുഭൂമി ആഫ്രിക്കയിലെ സഹാറ മരുഭൂമി. ഏറ്റവും വലിയ ഡെൽറ്റയാണ് ബംഗാളിലെ സുന്ദർബൻസ് ഡെൽറ്റ. ഏറ്റവും വലിയ ഡെൽറ്റയാണ് ബംഗാളിലെ സുന്ദർബൻസ് ഡെൽറ്റ. ഏറ്റവും വലിയ നദിയാണ് നൈൽ നദി. ലോകത്തിലെ ഏറ്റവും വലിയ നദിയാണ് നൈൽ നദി. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡമാണ് ഓസ്ട്രേലിയ. ഏറ്റവും ഉയരമുള്ള പീഠഭൂമിയാണ് പാമീർ പീഠഭൂമി. ടിബറ്റിലെ പാമീർ പീഠഭൂമിയാണ് ഏറ്റവും ഉയരമുള്ള പീഠഭൂമി. ഏറ്റവും ഉയരമുള്ള പർവ്വത ശിഖരമാണ് എവറസ്റ്റ്. നേപ്പാളിലെ എവറസ്റ്റ് ആണ് ഏറ്റവും ഉയരമുള്ള പർവ്വത ശിഖരം. ഏറ്റവും ഉയരമുള്ള പീഠഭൂമി ടിബറ്റിലെ പാമീർ. ഏറ്റവും ചെറിയ ഭൂഖണ്ഡം ഓസ്ട്രേലിയ. ഏറ്റവും വലിയ നദി നൈൽ. ഏറ്റവും വലിയ ഡെൽറ്റ ബംഗാളിലെ സുന്ദർബൻസ്. ഏറ്റവും വലിയ മരുഭൂമി ആഫ്രിക്കയിലെ സഹാറ. ഏറ്റവും വലിയ ഉപ്പുവെള്ള തടാകമാണ് കാസ്പിയൻ കടൽ. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം എന്നാണ്. ഹിമാലയം എന്ന വാക്കിനർത്ഥം മഞ്ഞിന്റെ വാസസ്ഥലം. ഉത്തരപർവ്വത മേഖല ഉൾപ്പെടുന്ന 3 മേഖലയിലുള്ള പർവ്വത നിരകൾ ഏതെല്ലാം? ട്രാൻസ് ഹിമാലയം, ഹിമാലയൻ, കിഴക്കൻ മലനിരകൾ. ഉത്തരപർവ്വത മേഖല ഉൾപ്പെടുന്ന 3 മേഖലയിലുള്ള പർവ്വത നിരകളാണ് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നിവ. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്ന ശിലകൾ അവസാദ ശിലകളാണ്. ഹിമാലയം നിർമ്മിച്ചിരിക്കുന്നത് അവസാദ ശിലകൾ കൊണ്ടാണ്. ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 11 ആണ്. ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 11. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 11 സംസ്ഥാനങ്ങൾ. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ് ഹിമാദ്രി, ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നു. ഹിമാചൽ, ലെസ്സർ ഹിമാലയാസ്. സിവാലിക്, ഔട്ടർ ഹിമാലയാസ്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതവും ഹിമാലയമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലിയ മടക്കു പർവ്വതം ഹിമാലയം. ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം. ഇന്തോ ഓസ്ട്രേലിയൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് രൂപപ്പെട്ട പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതം ഹിമാലയം. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്കുപർവ്വതവും ഏറ്റവും വലിയ മടക്കുപർവ്വതവും ഹിമാലയമാണ്. മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് ബോലാൻ ചുരം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടമാണ് ബോലാൻ ചുരം. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നത് ഹിമാചലാണ്. ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം ബോലാൻ ചുരം. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്നത് കുളു ആണ്. അമൃതവാണി എന്ന മാസികയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമികൾ. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അമൃതവാണി എന്ന മാസികയുടെ പ്രസിദ്ധീകരണം ആരംഭിച്ച നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികൾ. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി. നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘടനയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി.
അയ്യത്താൻ ഗോപാലന്റെ ജന്മദേശം തലശ്ശേരി. അയ്യത്താൻ ഗോപാലന്റെ ജന്മദേശം തലശ്ശേരി. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ. സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടൺ. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പ്രതിമ ആരുടേതാണ്? വേലുത്തമ്പി ദളവ. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളപ്പിലെ പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഏക മലയാളി G.P. പിള്ള. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഏക മലയാളിയാണ് G.P. പിള്ള. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവ് ആരായിരുന്നു? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷി പ്രോത്സാഹിപ്പിച്ച രാജാവാണ് വിശാഖം തിരുനാൾ. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷമാണ് 1938. ആദ്യത്തെ VK കൃഷ്ണമേനോൻ അവാർഡിന് അർഹനായത് KG ബാലകൃഷ്ണൻ. ആദ്യത്തെ VK കൃഷ്ണമേനോൻ അവാർഡിന് അർഹനായത് KG ബാലകൃഷ്ണൻ. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗം തലാമസ്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ. സെറിബ്രത്തിനു ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് തലാമസ്. വേദനാ സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ്. ശരീരത്തിലെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബ്രം. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിന്റെ ഭാഗവും സെറിബ്രമാണ്. കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി. കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി. മാവൂരിലെ ഗോളിയോർ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച സമരം ചാലിയാർ പ്രക്ഷോഭം എന്നറിയപ്പെടുന്നു. മാവൂരിലെ ഗോളിയോർ റയോൺസ് ഫാക്ടറി ചാലിയാർ പുഴ മലിനമാക്കുന്നതിനെതിരെ ആരംഭിച്ച സമരമാണ് ചാലിയാർ പ്രക്ഷോഭം. ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല കോഴിക്കോട്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ചാലിയാർ പ്രക്ഷോഭം നടന്ന ജില്ല കോഴിക്കോട്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മന്നത്ത് പത്മനാഭൻ. വിമോചന സമരത്തെ തുടർന്ന് ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം 1959 ജൂലൈ 31. വിമോചന സമരത്തെ തുടർന്ന് ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട വർഷം 1959 ജൂലൈ 31. പാലിയ സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് AG വേലായുധൻ. പാലിയ സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് AG വേലായുധൻ. പാലിയ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിതയാണ് KK കൗസല്യ. പാലിയ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വനിത KK കൗസല്യ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് നിരഞ്ജന. പാലിയ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ച വ്യക്തിയാണ് KK കൗസല്യ. പാലിയ സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് AG വേലായുധൻ. 1959 ജൂലൈ 31 വിമോചന സമരത്തെ തുടർന്ന് ഒന്നാം കേരള മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത്. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. തൃശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്കെതിരെ
നടത്തിയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. 1936 വൈദ്യുതി പ്രക്ഷോഭം നടന്നത്. 1936 തൃശൂരിൽ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിക്ക് അനുവാദം നൽകിയ ദിവാൻ ഷൺമുഖം ചെട്ടിക്കെതിരെ നടന്ന പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. വൈദ്യുതി പ്രക്ഷോഭം 1936. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. PSCയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം. PSCയുടെ രൂപീകരണത്തിന് കാരണമായതും കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചതാര്? TK മാധവൻ. 1923 കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിച്ചത് TK മാധവൻ. ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. മലബാർ ക്ഷേത്രപ്രവേശന ബില്ലിന് മദ്രാസ് ഗവർണറുടെ അംഗീകാരം ലഭിച്ചത് 1939 ജനുവരി 18. മലബാർ ക്ഷേത്രപ്രവേശന ബില്ലിന് മദ്രാസ് ഗവർണറുടെ അംഗീകാരം ലഭിച്ചത് 1939 ജനുവരി 18. മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് വൈസ്രോയ് അംഗീകരിച്ചത് 1947 മെയ് 11. 1947 മെയ് 11 മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് വൈസ്രോയ് അംഗീകരിക്കുന്നത്. മലബാർ ക്ഷേത്രപ്രവേശന ബില്ല് മദ്രാസ് ഗവർണറുടെ അംഗീകാരം ലഭിച്ചത് 1939 ജനുവരി 18. 2 വർഷങ്ങളും തമ്മിൽ മാറിപ്പോവാതെ നോക്കണം. ഒന്നാം കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആകെ അംഗങ്ങൾ എത്രയായിരുന്നു? 126. ഒന്നാം കേരള നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ആകെ അംഗങ്ങൾ 126. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ഏത് ദേശീയ നേതാവാണ്? ഡോക്ടർ BR അംബേദ്കർ. ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ. നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? സത്പുര. നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര. അഞ്ചാം വേദം എന്നറിയപ്പെടുന്ന വിശ്രുത കൃതി ഏതാണ്? മഹാഭാരതം. അഞ്ചാം വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതമാണ്. പ്രസിദ്ധമായ ഉമിയാം തടാകം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയ. ഉമിയാം തടാകം മേഘാലയ. ബോക്സർ കലാപം അരങ്ങേറിയത് ഏത് രാജ്യത്താണ്? ചൈന. ബോക്സർ കലാപം അരങ്ങേറിയത് ചൈനയിലാണ്. ബോൾഗാട്ടി ദ്വീപ് തദ്ദേശീയമായി അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? മുളവുകാട്. ബോൾഗാട്ടി ദ്വീപ് തദ്ദേശീയമായി അറിയപ്പെടുന്നത് മുളവുകാട്. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്നത് തേക്കാണ്. കാട്ടുമരങ്ങളുടെ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മരം തേക്ക്. നിറം നൽകുന്നത്. ബീറ്റ്റൂട്ടിന് നിറം നൽകുന്നത് ബീറ്റാ സയാനിൻ. ബീറ്റ്റൂട്ടിന് നിറം നൽകുന്നത് ബീറ്റാ സയാനിൻ. ക്യാരറ്റിന് നിറം നൽകുന്നത് കരോട്ടിൻ. ക്യാരറ്റിന് നിറം നൽകുന്നത് കരോട്ടിൻ. മഞ്ഞളിന് നിറം നൽകുന്നത് കുർക്കുമിൻ. മഞ്ഞളിന് നിറം നൽകുന്നത് കുർക്കുമിൻ. കുങ്കുമത്തിന് നിറം നൽകുന്നത് ബിക്സിൻ. കുങ്കുമം ബിക്സിൻ. രക്തത്തിന് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ. രക്തത്തിന് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ. ത്വക്കിന് നിറം നൽകുന്നത് മെലാനിൻ. തക്കാളിക്ക് നിറം നൽകുന്നത് ലൈക്കോപ്പിൻ. തക്കാളിക്ക് നിറം നൽകുന്നത് ലൈക്കോപ്പിൻ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ബീറ്റ്റൂട്ട് ബീറ്റാ സയാനിൻ. ക്യാരറ്റ് കരോട്ടിൻ. മഞ്ഞൾ കുർക്കുമിൻ. കുങ്കുമം ബിക്സിൻ. രക്തം ഹീമോഗ്ലോബിൻ. ത്വക്ക് മെലാനിൻ. തക്കാളി ലൈക്കോപ്പിൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ? മീററ്റ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28. ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ശിപായി ലഹള. ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ശിപായി ലഹള. ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം? ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായ്, വിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? കേളപ്പൻ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേളപ്പൻ. വാഗൺ ട്രാജഡി നടന്നതെന്ന്? 1921 നവംബർ 10.
1921 നവംബർ 10 വാഗൺ ട്രാജഡി നടക്കുന്നത്. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ദണ്ഡി യാത്ര ആരംഭിക്കുന്നത് സബർമതി ആശ്രമത്തിൽ നിന്നാണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. വൈഷ്ണവ ജനതോ തേനെ കഹിയെ എന്ന ഗാനം എഴുതിയത് നരസിംഹ മേത്ത. വൈഷ്ണവ ജനതോ എന്ന ഗാനം എഴുതിയത് നരസിംഹ മേത്ത. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നറിയപ്പെടുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942. ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9. ഈ സമരകാലത്ത് ഗാന്ധിജി നൽകിയ ആഹ്വാനം ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന ആഹ്വാനം ഗാന്ധിജി നൽകിയത് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലാണ്. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. റൗലക്റ്റ് ആക്ട് പാസാക്കിയ വർഷം 1919. റൗലക്റ്റ് ആക്ട് പാസാക്കിയ വർഷമാണ് 1919.